നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശ്രീകലയ്ക്ക് താല്പര്യമില്ലെങ്കിൽ ശ്രീകലയുടെ മോൾക്ക് വിരുന്ന് കൊടുക്കണ്ട. പക്ഷേ ഞാൻ എന്റെ മോൾക്കും മരുമോനും വിരുന്ന് കൊടുക്കും. അത് ഇവിടെ വെച്ച് നടത്താൻ പറ്റില്ല. ഇവിടെ വെച്ച് നടത്താതെ പിന്നെ എവിടെ വെച്ച് നടത്താനാ? ഇവിടെ വെച്ച് നടത്താൻ പറ്റില്ല. ചേടാ, ഇതിപ്പോ വലിയ ഗതികേടായി പോയല്ലോ. സുലോചനെ, നീ വെറുതെ അത് വാ മോളെ, കൈ കഴുകാം. വാ, എനിക്ക് മലാഖെ, നന്നായിട്ട് ചുമന്നിട്ടുണ്ടല്ലോ. എന്താ എന്താ ഇവിടെ ഒരു ബഹളം കേട്ടല്ലോ? എന്താ സംഭവിച്ചത്? സിദ്ധേട്ടന്റെ ദേഹത്ത് സൂപ്പ് വീണതാ മുത്തശ്ശി. സൂപ്പ് വീണെന്നോ? എങ്ങനെയാ? ദേവികേച്ചി സിദ്ധേട്ടന് സൂപ്പ് കൊടുക്കുമായിരുന്നു. അന്നേരം എങ്ങനെ ദേവികേച്ചിയുടെ കയ്യിന്ന് സൂപ്പ് സിദ്ധേട്ടന്റെ കയ്യിൽ വീണു. സിദ്ധുവേട്ടന്റെ കയ്യിൽ മാത്രമല്ല, ദേവികേച്ചിയുടെ കയ്യിലും വീണു. സിദ്ധുവിനെ ആഹാരം കഴിപ്പിക്കുമ്പോ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ? നീ അത് കേട്ടില്ല. ശ്രദ്ധിക്കാൻ പറഞ്ഞ ശരിക്ക് ശ്രദ്ധിക്കണം, അല്ലാതെ അഹങ്കാരം കാണിക്കല്ല വേണ്ടത്. അമ്മേ, അറിയാതെ സംഭവിച്ചു പോയതല്ലേ? അറിഞ്ഞോ അറിയാതെയോ അതൊന്നും എനിക്ക് കേക്കണ്ട. ഇവന്റെ കാര്യത്തിൽ ഒരലംഭാവവും ആരും കാണിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ദേവിക. ഇവനെ നന്നായിട്ട് നോക്കാനാ നിന്നെ താലി കെട്ടി ഇവിടോട്ട് കൊണ്ടുവന്നിരിക്കുന്നെ. അത് ഇവൾക്ക് ഓർമ്മ വേണം. മലാഖെ, മലാഖ കരയാ? മലാഖ കരയല്ലേ? മുത്തശ്ശി, മുത്തശ്ശി ഇപ്പൊ എന്തിനാ മാലാഖ കരയിച്ചേ? എന്തിനാ മാലാഖ വഴക്കുറഞ്ഞേ? അല്ല മോനെ, അത് വേണ്ട, ആരും ഇവിടെ എന്റെ മാലാഖയെ വഴക്കുറയണ്ട. വഴക്കുറയാൻ ഞാൻ സമ്മതിക്കൂല. പൊള്ളിയത് എനിക്കല്ലല്ലോ, മാലാഖയ്ക്കല്ലേ. ഇതേ കണ്ടില്ലേ ദൂരെ പൊള്ളിയെന്ന് നോക്കിയേ. പാവം വേദനിച്ച് നിൽക്കാൻ മുത്തശ്ശി. അപ്പോഴാ മുത്തശ്ശി വഴക്കും കൂടി പറയണേ. ഇനി മാലാഖയെ വഴക്ക് പറഞ്ഞാണ്ടല്ലോ, ഞാൻ മുത്തശ്ശിയോടാ പിണങ്ങാൻ പോണേ. മാലാഖെ, മാലാഖയ്ക്ക് ഒത്തിരി വേനിക്കണ്ടാവൂലേ? മാലാഖ കരയണ്ട, ഞാനിപ്പ വരേ. മലാഖെ, കൈ അണിച്ചേ, ഞാൻ ഈ മരുന്ന് വെച്ചേരാട്ടോ. അന്നൊരിക്കലും എനിക്ക് പൊള്ളി കഴിഞ്ഞപ്പോഴേ അന്ന് എനിക്ക് ഈ മരുന്നാ വെച്ചെന്ന് അല്ലമ്മേ? ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖമുണ്ടോ? മാലാഖെ, മാലാഖ ഒന്നും കഴിച്ചില്ലല്ലോ. മാലാഖ ഇരിക്കെ, ഞാൻ വാരി തരട്ടെ? വേണ്ട, ഞാൻ പിന്നീട് കഴിച്ചോളാം. അത് പറ്റില്ല, ഇപ്പൊ കഴിക്കണം. ഞാൻ വാരി തരാന്ന് പറഞ്ഞല്ലേ. അമ്മ ഒന്ന് പറയമ്മ. അവൻ വാരി തരും മോളെ, മോള് കഴിക്കും.
അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അല്ല, കല്യാണം കഴിഞ്ഞ മക്കൾക്ക് വിരുന്ന് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ മക്കളെയും അവരുടെ ഭർത്താക്കന്മാരെയും വിളിച്ച് ഒരു വിരുന്ന് കൊടുക്കണ്ടേ? അല്ല, അവരെ ഇങ്ങോട്ട് ക്ഷണിക്കണ്ടേന്ന്. ക്ഷണിക്കാം മോളെ. അതൊന്നും വേണ്ട. എനിക്ക് ആ ചടങ്ങിനോടൊന്നും ഒരു താല്പര്യമില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അവർക്ക് വിരുന്ന് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട് പറ്റില്ല? വിരുന്ന് കൊടുക്കണ്ട, അത്ര തന്നെ. അല്ല മോളെ, അത് അച്ഛനൊന്നും പറയണ്ട. അവർക്ക് വിരുന്ന് കൊടുക്കാൻ പറ്റില്ല, അത് വേണ്ട. ശ്രീകലയ്ക്ക് ഇതെന്താ പറ്റിയേ? എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? വിരുന്ന് കൊടുക്കാതിരുന്ന അത് നാണക്കേടും മര്യാദക്കേടുമാണ്. നമ്മൾ നമ്മുടെ കുട്ടികളെ അവഗണിച്ചതുപോലെ അവർക്ക് തോന്നില്ലേ? ആർക്കെന്ത് തോന്നിയാലും ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ശ്രീകലയ്ക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? അല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആദ്യമായിട്ടാ ഒരു അമ്മ മക്കൾക്ക് വിരുന്ന് കൊടുക്കുന്നതിനെ എതിർക്കുന്നത്. ശ്രീകലയ്ക്ക് താല്പര്യമില്ലെങ്കിൽ ശ്രീകലയുടെ മോൾക്ക് വിരുന്ന് കൊടുക്കണ്ട. പക്ഷെ ഞാൻ എന്റെ മോൾക്കും മരുമോനും വിരുന്ന് കൊടുക്കും. അത് ഇവിടെ വെച്ച് നടത്താൻ പറ്റില്ല. ഇവിടെ വെച്ച് നടത്താതെ പിന്നെ എവിടെ വെച്ച് നടത്താനാ? ഇവിടെ വെച്ച് നടത്താൻ പറ്റില്ല. ചേടാ, ഇതിപ്പോ വലിയ ഗതികേടായി പോയല്ലോ. സുലോചനെ, നീ വെറുതെ അത് നിർത്ത. സുലോചനെ, നീ ഭാഗത്തേക്ക് പോ. നമുക്ക് അവർക്ക് വിരുന്ന് കൊടുക്കാം. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. എന്ത് ആലോചിക്കട്ടെ എന്ന്? ഒന്നും ആലോചിക്കാനില്ല. നിന്നോട് മിണ്ടായിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. മിണ്ടായിരിക്കേ. അച്ഛാ, ഇവക്കത് എന്താ പറ്റിയേ? ഒന്നും പറ്റിയില്ല മോളെ. നീ ഞാൻ പറയുന്ന അനുസരിക്ക്. അകത്തേക്കില്ല. ചെല്ലുമോളെ, ചെല്ലുമോളെ, ചെല്ല്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.